ആൻഡ് വെൽക്കം ബാക്ക്. സോ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണ എന്റെ ലൈഫിൽ തന്നെ നടന്ന രണ്ട് ഇൻസിഡന്റ് ആണ്, രണ്ട് സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അതിന്റെ മോറലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇത് ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്നതും ഏറ്റവും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നതുമായിട്ടുള്ള രണ്ട് സ്റ്റോറിയാണ്. സോ ഫസ്റ്റ് സ്റ്റോറി നടക്കുന്നത് ഏകദേശം 2018 ജാനുവരി ആ ഒരു ടൈമിലൊക്കെയാണ്. ഇപ്പം ഏകദേശം 2018 ജാനുവരി ആ ഒരു ടൈമിലൊക്കെ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്റെ ആഗ്രഹം. അന്ന് ഞാൻ 10th പഠിക്കുകയാണ്, 10th ബോർഡ് എക്സാം എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. സോ അന്ന് എന്റെ ആഗ്രഹം ഏറ്റവും കൂടുതൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞെങ്കിൽ 11th 12th എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്കൂളിൽ പോയി പഠിക്കണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആ ഒരു സ്കൂളിൽ പോയി പഠിക്കണം. കാരണം അവിടെ പോയി പഠിച്ചാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആരൊക്കെയോ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് അവിടെ പോയി പഠിക്കണം എന്നായിരുന്നു എൻ്റെ ലൈഫിൽ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം. സോ ഞാൻ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ആദ്യത്തെ ഒരു ടെസ്റ്റ് എഴുതി, പക്ഷെ എനിക്കത് കിട്ടിയില്ല. പിന്നെ കുറച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ അടുത്തൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഏകദേശം 10th തുടങ്ങിയപ്പോഴേ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള. അത് കിട്ടിയില്ല. രണ്ടാമത്തെ ടെസ്റ്റ് എഴുതി, അത് കിട്ടിയില്ല. അപ്പം ലാസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് അവിടെ 11th ക്ലാസ് ഒക്കെ 10th ബോർഡ് എക്സാം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ തുടങ്ങും. അപ്പോൾ ബോർഡ് എക്സാം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ടാവും. അത് ഞാൻ പോയി എഴുതി നോക്കി. ആൻഡ് സർപ്രൈസിംഗ്ലി എനിക്കത് കിട്ടി. എൻ്റെ ലൈഫിൽ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആ ഒരു ഷോർട്ട് ടേം ഗോൾ ഞാൻ അച്ചീവ് ചെയ്ത ഒരു സന്തോഷമായിരുന്നു എനിക്കപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ആ സ്കൂളിൽ പോയി എനിക്ക് അത്രയ്ക്ക് ഞാൻ വിചാരിച്ച പോലെ ഒരു ഫ്ലോയിലായിരുന്നില്ല പോയത്. എല്ലാവരും ആ എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് വന്ന കുട്ടികളാണ്. അവിടെ ചെന്ന് ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. ഞാൻ മാത്രം എനിക്ക് എന്തോ ഒരു കുറവുള്ളത് പോലെ എനിക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ അടിക്കാൻ തുടങ്ങി, എന്തൊക്കെയോ കോംപ്ലക്സ് അടിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ച പോലെ എനിക്ക് എന്നെ പഠിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ലൈഫിൽ ആ 11th 12th അതിലെ 10th കാലം കുറച്ചും കൂടെ മേലെ ഉണ്ടല്ലോ 11th 12th പഠിക്കാൻ. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ആരൊക്കെയോ പറഞ്ഞു തന്ന് ഞാൻ വല്ലാണ്ട് പേടിക്കാൻ തുടങ്ങി. എനിക്ക് പഠിച്ചു പോകാനൊന്നും പറ്റിയില്ല. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് 11th 12th പോയി. പിന്നെ ഞാൻ എപ്പോഴും ഈ ഒരു സ്റ്റോറിയിൽ ഞാൻ എൻ്റെ ലൈഫിൽ ആ ഒരു 10th മൊത്തം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമായിട്ട് കൊണ്ടു നടന്നു ആ സ്കൂളിൽ പഠിക്കണം എന്ന എൻ്റെ ആഗ്രഹം ശരിക്കും എനിക്ക് നിറവേറ്റാൻ കഴിഞ്ഞു. പക്ഷെ അതിന്റെ യഥാർത്ഥ ലക്ഷ്യം എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് നോക്കി എനിക്ക് ക്ലിയർ ആക്കാൻ പറ്റിയില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് പോയിട്ട് 12th മാർക്കേ പോയി. അങ്ങനെ ഞാൻ ആ ലക്ഷ്യത്തിനെ വ്യതിചലിച്ച് സൈക്കോളജി എടുത്തു പോയ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കും ഒരു പക്ഷെ 10th വെച്ച് എനിക്ക് ആ സ്കൂളിലേക്കുള്ള എൻട്രൻസ് ക്ലിയർ ആക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ മാനിയായിട്ട് നല്ല വൃത്തിക്ക് പഠിച്ച് 11th 12th പഠിച്ചു പോയി എനിക്ക് 12th നല്ല മാർക്ക് കിട്ടിയത്. ഒരു പക്ഷെ സാധാരണ നല്ല പഠിക്കുന്ന കുട്ടികളെ പോലെ ഞാൻ ഫസ്റ്റ് തന്നെ റിപ്പീറ്റ് ചെയ്തേനെ. എന്റെ എപ്പോഴെങ്കിലും ഞാൻ നീറ്റ് ക്ലിയർ ആക്കിയത്. ഒരു പക്ഷെ ഒരു റിപ്പീറ്റിലോ 2 റിപ്പീറ്റിലോ എനിക്ക് നീറ്റ് ക്ലിയർ ആക്കാൻ പറ്റിയേനെ. പക്ഷെ ഞാൻ 12th കഴിഞ്ഞ ഉടനെ സൈക്കോളജി എടുത്ത് പോയി. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കും ആ ഒരു ആഗ്രഹം വന്ന് നടന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇതിനൊക്കെ മുന്നേ MBBS എത്തിയേനെ. ഒരു പക്ഷെ എൻ്റെ ആഗ്രഹത്തിലേക്ക് ഞാൻ സാധിച്ചേനെ. ഇതുപോലെ തന്നെ വേറൊരു സ്റ്റോറിയാണ് എൻ്റെ ലൈഫിൽ. ഞാൻ സൈക്കോളജി എടുത്തു, 3rd ഇയർ പഠിക്കുകയാണ്. അപ്പൊ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ എനിക്ക് ചില കാരണങ്ങൾ കാരണം ലാസ്റ്റ് എക്സാം എഴുതാൻ പറ്റിയില്ല. അങ്ങനെ 6 പേപ്പറോളം എനിക്ക് എഴുതിയെടുക്കാനുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പോകാൻ ഒരു അവസരം കിട്ടുന്നത്. അതായത് ഞാൻ ഓർക്കുന്നത് എന്തായാലും ഈ സപ്ലി എക്സാം എഴുതാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഞാൻ വിചാരിക്കുന്നത് അതായത് എന്തായാലും എനിക്ക് പോയി റിപ്പീറ്റ് ചെയ്ത് നോക്കാം, എന്തായാലും വെറുതെ നിൽക്കുന്ന ഒരു ഫീസാണല്ലോ. അങ്ങനെ ഞാൻ പോയി റിപ്പീറ്റ് ചെയ്ത് നോക്കി. ഒരു വട്ടം എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയ ആ ടൈമിൽ. അപ്പം ഒരു പക്ഷെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഏകദേശം ആ ഒരു 2024 എഴുതിയപ്പോൾ എനിക്ക് ഏകദേശം അടുത്തൊരു സ്കോർ തന്നെയാണ് വന്നത്. പക്ഷെ അത്രയും അടുത്തോട് വീട്ടിൽ നിന്നും പറഞ്ഞു പിന്നെ ഒന്നും കൂടെ പോയി റിപ്പീറ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാനും പറഞ്ഞു ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഫൈനലി ഇപ്പൊ 2025 എഴുതി ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്ത് ഒരു മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. സോ എനിക്ക് എപ്പോഴും തോന്നും ഞാൻ ഒരു പക്ഷേ എനിക്ക് ആ ഡിഗ്രിയിൽ ആ ഒരു എക്സാം എല്ലാം എഴുതിയെടുത്ത് ക്ലിയർ ആക്കി ഞാൻ എല്ലാം ഫുൾ ഒരു സപ്ലി ഇല്ലാണ്ടാണ് ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് നീറ്റ് ക്ലിയർ ആക്കാൻ പറ്റൂല. ഞാൻ സൈക്കോളജി ആയിട്ട് പോവേ ഉള്ളൂ. അപ്പം ചില സിറ്റുവേഷൻസ് അങ്ങനെയാണ് ലൈഫിൽ. നമുക്ക് ഏറ്റവും വേസ്റ്റ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് പിന്നീട് ഏറ്റവും ബെസ്റ്റ് ഒരു ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത്. ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചിരുന്ന പല തീരുമാനങ്ങളും ഒരു പക്ഷെ അത്രമാത്രം നല്ലതാകണമെന്നില്ല. ഏറ്റവും മോശം എന്ന് വിചാരിച്ച സിറ്റുവേഷൻ ഒരു പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ടേൺ ഔട്ട് ചെയ്യണത് ആ ഏറ്റവും വേസ്റ്റ് എന്ന് നമ്മൾ വിചാരിച്ച ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. സോ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരിക്കലും അറിഞ്ഞുകൂടാ ഒരു ലൈഫിൽ ഡൗൺ ഉണ്ടാകുമ്പോൾ ഒരു അപ്പ് അതുപോലെ തന്നെ ഉണ്ടാവും എന്ന് കരുതി ഏതൊരു അപ്പ് ഉണ്ടാകുമ്പോഴും ഡൗൺ ഉണ്ടാവണം എന്നല്ല. ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് മുന്നോട്ട് പോകുക എന്ന് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതായത് ഞാൻ തന്നെ ഫോർ എക്സാമ്പിൾ ഈ ഒരു 2 കഥയുടെ മോറൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 10th കഴിഞ്ഞ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ട് 11th 12th ആ സ്കൂളിലേക്ക് പോയപ്പോൾ എന്റെ ചുറ്റും കൂടെ ഇരുന്ന കുട്ടികൾക്ക് ഞാൻ ഓവറായിട്ടുള്ള ഹൈപ്പ് കൊടുത്തു. അവരൊക്കെ ഡെഫിനറ്റ്ലി ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. പക്ഷെ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. എനിക്കൊരു വാല്യൂ കൊടുക്കണമായിരുന്നു. അപ്പൊ ഞാൻ ആ വാല്യൂ എനിക്ക്
കൊടുക്കാത്തത് കാരണം എൻ്റെ മൈൻഡ് സെറ്റ് ഭയങ്കര നെഗറ്റീവ് ആയത് കാരണം എനിക്ക് എൻ്റെ ലൈഫിന്റെ ഗ്രാഫ് നേരെ താഴേക്കാണ് പോയത്. അപ്പൊ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ആരും ചെയ്യരുത്. നിങ്ങൾ ലൈഫിൽ എവിടെയാണെങ്കിലും എത്ര വലിയ മികച്ച കുട്ടികളുടെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഏതൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വരയ്ക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഒരു വാല്യൂ കൊടുക്കുക. അതായത് നിങ്ങൾ അത്രയും ബെസ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ അവിടെ എത്തിയത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ നോക്കണം. നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ ഡിഗ്രിക്ക് സപ്ലൈ അടിച്ചിരുന്ന കാലത്ത് ഞാൻ പിന്നെ അവിടെ പോയത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ട് എനിക്കപ്പം ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് +1 +2 കഴിഞ്ഞ കുട്ടികളുടെ കൂടെയാണ്. അപ്പൊ എനിക്കറിയാം ഞാൻ ഒരിക്കലും ഇതിപ്പം ഈ എക്സാം എഴുതിയെടുക്കുന്ന കാലത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഇതല്ലെങ്കിൽ എനിക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ള കാലത്ത് എന്താണ് ഞാൻ അധികം സ്ട്രെസ്സും പ്രഷറും ഒന്നും എടുത്തില്ല. പഠിച്ച് എനിക്ക് ഉറപ്പായിട്ട് എത്താൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഡോക്ടർ ആകണമെന്നൊരു ആഗ്രഹം ദൃഢമായിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും ചെയ്യുകയും ചെയ്യും എന്നൊരു കോൺഫിഡൻസ് ഞാൻ മുന്നോട്ട് പോയി. അപ്പൊ ദ ഓൺലി ഡിഫറൻസ് ഇസ് മൈൻഡ് സെറ്റ് ആണ്. മൈൻഡ് സെറ്റ് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് ലൈഫിൽ ഏതൊരു ആഗ്രഹവും എവിടെയും എന്തും നമുക്ക് പോസിറ്റീവായിട്ട് മാത്രമേ ആ ലൈഫിലേക്ക് പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രം ഉണ്ടാവാനുള്ളൂ നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആണെങ്കിൽ. സോ ലൈഫിൽ ഒരു വിജയം ഉണ്ടാകുമ്പോൾ അത് അപ്പോഴും നമ്മൾ എപ്പോഴും വിജയം ഉണ്ടായാലും പരാജയം ഉണ്ടായാലും നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ലൈഫ് ഉടനീളം പോസിറ്റീവ് മാത്രമായിരിക്കും എന്നുള്ളൊരു മോറലാണ് ഞാൻ ഈ 2 കഥയിൽ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനപ്പുറം എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ കഴിയും തോന്നിയാണെങ്കിൽ പ്ലീസ് ഡു ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. താങ്ക് യു.